ക്രിക്കറ്റിലെ എൻ്റെ 35 വർഷത്തെ അനുഭവത്തിൽ ഒരുപാട് അത്ഭുത പ്രതിഭകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ചെറിയ പയ്യൻ ഈ IPL ഉടനീളം ഇങ്ങനെ ബാറ്റ് ചെയ്യുന്നത് ഞാൻ ശ്വാസമടക്കി പിടിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് മറ്റാരുമല്ല, 100ഓളം ടെസ്റ്റുകൾ കളിച്ച ലഖ്നൗ കോച്ച് ജസ്റ്റിൻ ലാംഗറാണ്. വൈഭവ് സൂര്യവംശി എന്ന കൗമാരക്കാരൻ തന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകളെ വീണ്ടും ഉയർത്തിയ മറ്റൊരു രാത്രി. ഈ മാസ്മരിക് ഇന്നിങ്സിൻ്റെ കരുത്തിൽ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തേക്കും വൈഭവ് ഓറഞ്ച് ക്യാപ്പ് ലിസ്റ്റിൽ 1ാം സ്ഥാനത്തേക്കും കയറി. രാജസ്ഥാൻ്റെ പ്ലേ ഓഫ് ഇക്വേഷനുകൾ ഇപ്പോൾ വ്യക്തമാണ്. മെയ് 24 മുംബൈക്കെതിരെ വിജയിച്ചാൽ മാത്രം മതി. എങ്കിൽ ആരെയും കാത്തിരിക്കാതെ രാജസ്ഥാനെ പ്ലേ ഓഫിലേക്ക് പോകാം. പ്ലസ് 0.083 റൺ റേറ്റുമായി രാജസ്ഥാൻ 4ാം സ്ഥാനത്തേക്ക് കയറിയതോടെ ചെന്നൈയുടെ സാധ്യതകൾ ഏതാണ്ട് അവസാനിച്ചു. അവസാന മത്സരത്തിൽ വിജയിച്ചാൽ പോലും ഇനി ചെന്നൈക്ക് പ്ലേ ഓഫ് പ്രയാസമാണ്. അല്ലെങ്കിൽ രാജസ്ഥാൻ അത്രയും വലിയൊരു തോൽവി നേരിടണം. കൂടാതെ പഞ്ചാബും കൊൽക്കത്തയുമെല്ലാം തോൽക്കുകയും വേണം. കൊൽക്കത്തക്കും പഞ്ചാബിനും ഇനി ജയിച്ചാൽ മാത്രം പോരാ, രാജസ്ഥാൻ അവസാന മത്സരത്തിൽ തോൽക്കാൻ കാത്തിരിക്കുകയും വേണം. ജയ്പൂരിൽ രാജസ്ഥാന് മുന്നിൽ ലഖ്നൗ സൂപ്പർ ജയൻസ് ഉയർത്തിയത് 221 റൺസിൻ്റെ ഹിമാലയൻ ലക്ഷ്യമാണ്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്നിട്ടും ലഖ്നൗ ഒട്ടും ഭയപ്പെട്ടില്ല. ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ 90 റൺസ് അടിച്ചുകൂട്ടിയ മിച്ചൽ മാർഷ് ഇത്തവണയും അതേ ഫോമിൽ തന്നെയായിരുന്നു. ഒപ്പം ജോഷ് ഇംഗ്ലീഷ് കൂടി ചേർന്നതോടെ രാജസ്ഥാൻ ബോളർമാർ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിച്ചു. ജോഫ്ര ആർച്ചറേയും സന്ദീപ് ശർമ്മയെയും അതിദാരുണമായാണ് ഇംഗ്ലീഷ് ശിക്ഷിച്ചത്. പവർ പ്ലേയിൽ മാത്രം ലഖ്നൗ അടിച്ചുകൂട്ടിയത് വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 83 റൺസാണ്. ഇതിൽ 49 റൺസും ഇംഗ്ലീഷിൻ്റെ വകയായിരുന്നു. 9ാം ഓവറിൽ യശ്രാജ് പുഞ്ചിയാണ് ആ 109 റൺസിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തകർത്തത്. എങ്കിലും മറുവശത്ത് മിച്ചൽ മാർഷ് തകർപ്പൻ ഫോമിൽ തന്നെയായിരുന്നു. തുടർച്ചയായ 2ാം സീസണിലും 500-ലധികം റൺസ് നേടുന്ന ആദ്യ ലഖ്നൗ താരമെന്ന റെക്കോർഡും മാർ സ്വന്തമാക്കി. നിക്കോളാസ് പുരാനും ക്യാപ്റ്റൻ ഋഷഭ് പന്തും ചെറിയ ആയുസ്സുള്ള വെടിക്കെട്ടുകൾ നടത്തിയപ്പോൾ ലഖ്നൗ 250 തന്നെ കടക്കുമെന്നാണ് തോന്നിച്ചത്. എന്നാൽ ഡെത്ത് ഓവറുകളിൽ ആർച്ചറും പുഞ്ചയും തീർന്ന രാജസ്ഥാനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവസാന ഓവറിൽ മാർഷിനെ 96 റൺസിൽ ആർച്ചർ പുറത്താക്കിയതോടെ ലഖ്നൗവിൻ്റെ സ്കോർ 220-ൽ ഒതുങ്ങി. എങ്കിലും നിർണായകമായ മത്സരത്തിൽ 221 റൺസ് വിജയലക്ഷ്യം എന്നത് രാജസ്ഥാന് വലിയ ഭാരം തന്നെയായിരുന്നു. പക്ഷേ രാജസ്ഥാൻ ആഗ്രഹിച്ചത് എന്താണോ അത് തന്നെ ഓപ്പണർമാർ നൽകുകയാണ്. ലഖ്നൗ ബോളർമാരുടെ നെഞ്ചിൽ ആണി അടിച്ചാണ് ജയ്സ്വാൾ തുടങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയെ എറിഞ്ഞൊതുക്കിയ ആകാശ് സിംഗിൻ്റെ ഒരൊറ്റ ഓവറിൽ 3 ഫോറുകൾ അടിച്ചുകൊണ്ടാണ് ജയ്സ്വാൾ തുടങ്ങിയത്. പക്ഷേ മറുവശത്ത് രാജസ്ഥാൻ്റെ ഇമ്പാക്റ്റ് പ്ലെയറായി കളത്തിലിറങ്ങിയ വൈഭവിൻ്റെ തുടക്കം അത്ര സുഖകരമായിരുന്നില്ല. മുൻ മത്സരത്തിൽ തനിക്കെതിരെ വിക്കറ്റ് മേടിനെറിഞ്ഞ മൗസിൻ ഖാൻ്റെ മുന്നിൽ വൈഭവ് തുടക്കത്തിൽ പതറുന്നതാണ് കണ്ടത്. ആദ്യ 5 പന്തിൽ 1 റൺസ് മാത്രം, 10 പന്തിലോ 5 റൺസ് എന്നിങ്ങനെയായിരുന്നു വൈഭവിൻ്റെ ടാലി. ഒരു 15-കാരൻ്റെ ഈഗോ ഉണരേണ്ട അനാവശ്യ ഷോട്ടിനെ ശ്രമിച്ച് വിക്കറ്റ് കളയേണ്ട നിമിഷം. പക്ഷേ അവിടെയാണ് വൈഭവ് താനൊരു അസാധാരണ പ്രതിഭയാണെന്ന് തെളിയിക്കുന്നത്. മായങ്ക് യാദവിനെതിരെ ഒരു അപ്പർക്കട്ടിലൂടെ ആദ്യ ബൗണ്ടറി നേടിയ വൈഭവ് പിന്നീട് പ്രിൻസ് യാദവിൻ്റെ ഓവറിലാണ് തൻ്റെ വിശ്വരൂപം പുറത്തെടുത്തത്. കാണികളുടെ കണ്ണഞ്ചിപ്പിച്ച് ഋഷഭ് പന്തിൻ്റെ തലക്ക് മുകളിലൂടെ പായിച്ച റാം ഷോട്ടിന് വല്ലാത്ത മനോഹാരിതയുണ്ടായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് ലഖ്നൗ ബോളർമാർക്ക് രക്ഷയുണ്ടായിരുന്നില്ല. 23 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച വൈഭവ് പിന്നീട് ആകാശ് സിംഗിൻ്റെ ഒറ്റ ഓവറിൽ 26 റൺസാണ് അടിച്ചുകൂട്ടിയത്. സ്റ്റേഡിയത്തിൻ്റെ എല്ലാ കോണിലേക്കും ആ 15-കാരൻ്റെ ബാറ്റ് തീ തുപ്പി തുടങ്ങിയ നേരം. അതോടെ ലഖ്നൗ ഉയർത്തി 220 റൺസ് രാജസ്ഥാന് ചെറിയ ലക്ഷ്യമായി തോന്നിത്തുടങ്ങി. 93 റൺസ് എടുത്തു നിൽക്കെ മൗസിൻ ഖാൻ്റെ ഒരു സ്ലോവർ ബോളിൽ വീണ് വൈഭവിന് നഷ്ടമായത് അർഹിച്ച മറ്റൊരു സെഞ്ചുറിയാണ്. പക്ഷേ നിരാശയുണ്ടായിരുന്നില്ല. കാരണം താൻ ചെയ്യേണ്ട പണിയെല്ലാം കൃത്യമായി ചെയ്തിരുന്നു. 38 പന്തിൽ 10 പടുകൂറ്റൻ സിക്സറുകളും 5 ഫോറും അടക്കം നേടിയത് 93 റൺസ്. വൈഭവ് പുറത്താക്കുമ്പോൾ രാജസ്ഥാന് ജയിക്കാൻ വേണ്ടത് 6 ഓവറിൽ വെറും 41 റൺസ് മാത്രമായിരുന്നു. വൈഭവ് ഓറഞ്ച് ക്യാപ്പിൽ 1ാമത് നിൽക്കുന്നു എന്നതിനേക്കാൾ കൗതുകം അവൻ്റെ സ്ട്രൈക്ക് റേറ്റാണ്. 236.32 എന്ന അമ്പരപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റിലാണ് വൈഭവ് റൺസ് അടിച്ചു കൂട്ടുന്നത്. സഞ്ജു സാംസണിൻ്റെ ചെന്നൈ ഡീൽ സഞ്ജുവിനെ ലാഭമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ രാജസ്ഥാൻ റോയൽസിന് അതുകൊണ്ട് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, വൈഭവ് സൂര്യവംശി.